കേസുകളും ഇങ്ങനെ മാറുന്നുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ എളാട്ടേരി തന്നെ അതിനോട് സമാനമായിട്ടുള്ളൊരു രക്തജന്യ രോഗമാണ് ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്നത്. അതേപോലെ രക്താർബുദം പോലുള്ള മറ്റൊരു രോഗമാണ്. അപ്പോൾ ആ സ്ത്രീക്ക് പ്ലേറ്റ്ലെറ്റ് വളരെയധികം കുറഞ്ഞു പോയിട്ട് പല സ്ഥലത്തും അപൂർവമായിട്ട് കാണുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോയിട്ട് പല സ്ഥലത്തും തലചുറ്റി വീഴും. അങ്ങനെ അലോപ്പതി ശാസ്ത്രം കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കുറെ മെഡിസിനൊക്കെ നിർദ്ദേശിച്ച് അങ്ങനെ ഈ ചില സമയങ്ങളിൽ രക്തമൊക്കെ കയറ്റി അങ്ങനെ പോവായിരുന്നു. ആ ഇടയ്ക്കാണ് അവരെന്നെ വന്ന് കാണുന്നത്. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്തതിന് ശേഷം ഇന്ന് വരെ അവർ തലചുറ്റി വീഴുകയോ അങ്ങനത്തെ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ട്രീറ്റ്മെൻറ്റും ഏതാണ്ട് ചെയ്തിരിക്കുന്നത് ഒരു 2003-2004 ാണെന്നാണ് തോന്നുന്നത്. ഇതുവരെ അവർക്ക് ആരോഗ്യ പ്രശ്നം പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും എന്തെങ്കിലും ചെറിയ പനിയോ ജലദോഷമോ ഒക്കെ വരുമ്പോൾ ഇപ്പോഴും ഫോണിലൂടെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലപോലെ എല്ലാ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവരുടെ പ്ലേറ്റ്ലെറ്റ് നമ്മുടെ ഈ ബ്ലഡിലെ പ്ലേറ്റിൽ 1 ലക്ഷം ആണ് വേണ്ടത്. 1 ലക്ഷം 2 ലക്ഷത്തിന് ഇടയ്ക്കാണ്. അവർക്കത് 60-40 ഒക്കെ ആയിട്ട് കുറഞ്ഞ് ബ്ലഡ് കംപ്ലീറ്റ് കുറഞ്ഞ് തലയുറ്റി വീഴാണ്. ഇപ്പോൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം ഇന്ന് വരെ അവർക്ക് ആ കുറവുണ്ടായിട്ടില്ല. എനിക്ക് രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവാണ്. 2001 ഈ അസുഖം കണ്ടുപിടിച്ച കൊയിലാണ്ടിയുള്ള ജയേന്ദ്ര ഡോക്ടറാണ്. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ കുറച്ച് അഡ്മിറ്റായി. എന്നിട്ട് സുഖമില്ലാണ്ടായാലും പിന്നെ പാവങ്ങാട് ഭാസ്കരൻ ചാലി എന്ന് പറഞ്ഞ ഡോക്ടറെ കാണിച്ച് അവിടുന്ന് പിന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞ് അതിന് ശേഷം ബേബി മെമ്മോറിയൽ കാണിച്ചു. അന്നേരം അന്ന് ഇങ്ങനെ ഒരു ഫ്രെഡീൻ്റെ ഡോക്ടറെ പറ്റി പറയുന്ന കേൾക്കുന്നത് അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരാൾ പറഞ്ഞു കേട്ട് അങ്ങനെ ആ ഡോക്ടറെ കാണിച്ച് 2004 അങ്ങനെയാണ് അവിടെ അഡ്മിറ്റായി. കുറ്റിപ്പുറം 23 ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഉപവാസമോ യോഗ എല്ലാം ഇങ്ങനെ ചെയ്തു. അങ്ങനെ എനിക്ക് പ്ലേറ്റ്ലെറ്റ് എടുത്തിയപ്പോൾ ശരിയായി വന്നു, നോർമലായി വന്നു. ഇതേപോലെ തന്നെ വേറെ രക്തജന്യമായ രക്തവാദം ഒരു ചോദിക്കാൻ വരായിരുന്നു വാദങ്ങളെ പറ്റിയിട്ട്. അതെ, രക്തവാദം ഒരു 2.5 വയസ്സിൽ തുടങ്ങിയ ഒരു കലാകാരനായിട്ടുള്ള കുട്ടിയാണ്. കലാകാരൻ കുട്ടി വളരെ കൊച്ചിലെയോ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. അതുപോലെ മലപ്പുറം ജില്ലയിലാണ് തവനൂർ എന്ന് പറഞ്ഞ സ്ഥലം. ആ കുട്ടിക്ക് 2.5 വയസ്സ് തുടങ്ങിയ രക്തവാദം 21ാമത്തെ വയസ്സായപ്പോൾ ഈ പെയിൻ കില്ലർ കുടിച്ച് ഈ വേദന സംഹാരി കഴിച്ച് കിഡ്നിക്കും ചെറിയ വ്യത്യാസങ്ങൾ, പ്രവർത്തനത്തിനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വന്നു. അങ്ങനെ അലോപ്പതി ഈ മരുന്ന് എഴുതിയ ഡോക്ടർ തന്നെ ആ കുട്ടിയോട് പറഞ്ഞു, ഇനി പെയിൻ കില്ലർ നിർത്താതെ നിനക്ക് വലിയ പ്രയാസമായിരിക്കും നിർത്തിയിട്ടില്ല എങ്കിൽ, അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലും മാർഗം ആലോചിക്കുന്നതായിരിക്കും നന്നാവുക. 21 വയസ്സായപ്പോൾ. കാരണം ഇനിയും പെയിൻ കില്ലർ തുടർന്നാൽ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും, കിഡ്നിക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നു. അപ്പം അവര് ആ കുട്ടി 21 ദിവസത്തോളം ഉപവസിച്ചു, 1 മാസത്തെ ട്രീറ്റ്മെന്റ് എടുത്തു. അതിനുശേഷം ഇന്ന് വരെ ആ കുട്ടിക്ക് വേദനയോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഗൗരവമേറിയിട്ടുള്ള രോഗങ്ങളിൽ ഡോക്ടർ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ള കേസുകൾ ഏതൊക്കെയാണ്? ഞാൻ എടുത്തിട്ടുള്ള ഗൗരവമുള്ള കേസ് ഏറ്റവും കൂടുതൽ ഹൃദ്രോഗം, ഹാർട്ട് ബ്ലോക്ക് കേസാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ എടുത്ത കേസുകൾ ഹാർട്ട് ബ്ലോക്ക് ഇപ്പം ഏതാണ്ട് 12-13 ഗുളികകൾ കുടിക്കുന്ന വ്യക്തി